ഇൻ്റർഫേസസ്. ജാവ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോസിബിളാണ് ത്രൂ ഇൻ്റർഫേസ്. ഇൻ്റർഫേസ് എന്ന് പറയുമ്പം ജസ്റ്റ് ലൈക്ക് എ ക്ലാസ്. നമ്മളൊരു ക്ലാസ്സിനകത്ത് ഡേറ്റ മെമ്പേഴ്സും മെത്തേഡ്സും ഉണ്ടാകും. ഈ ഡേറ്റ മെമ്പേഴ്സിനെ ഫീൽഡ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ്റർഫേസിൽ ഫീൽഡ്സും മെത്തേഡ്സും ഉണ്ട്. ഇൻ്റർഫേസിലെ ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫീൽഡ്സ് എന്ന് പറയുന്നത് പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനൽ ആയിരിക്കും. അപ്പോൾ ഡേറ്റ മെമ്പേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പം പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലായിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ബൈ ഡിഫോൾട്ട് അതെന്തായിരിക്കും, ഡേറ്റ മെമ്പേഴ്സ് പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലായിരിക്കും. പിന്നെ ഇൻ്റർഫേസിലെ മെത്തേഡ്സ് എന്ന് പറയുമ്പം അബ്സ്ട്രാക്റ്റ് മെത്തേഡായിരിക്കും. അതായത് മെത്തേഡ്സിന്, അതായത് ഫങ്ഷൻ ബോഡി ഉണ്ടാവില്ല. നമ്മൾ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ ക്ലാസിൻ്റെ സിൻടാക്സ്, ഇൻഹെറിറ്റൻസിൽ സിൻടാക്സ് എന്തായിരുന്നു, ക്ലാസ് നെയിം അങ്ങനെയായിരുന്നു. ഇൻ്റർഫേസിൽ അതുപോലെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യണം. പിന്നെ ഇൻ്റർഫേസ് നെയിം, ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ഫീൽഡ് ഡിക്ലറേഷനും ഉണ്ടാവും, മെത്തേഡ് ഡിക്ലറേഷനും ഉണ്ടാവും. ഫീൽഡ് അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത് പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലായിരിക്കും. ഈ പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനൽ എന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, ബൈ ഡിഫോൾട്ട് പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലായിരിക്കും നമ്മുടെ ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫീൽഡ്സ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് എന്ന് പറയുമ്പം പബ്ലിക്കാണ്, പിന്നെ അബ്സ്ട്രാക്റ്റ് മെത്തേഡാണ്. അതിന് ഫങ്ഷൻ ബോഡി ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമേ നമ്മൾ ഇൻ്റർഫേസിൽ ചെയ്യുന്നുള്ളൂ. ഇൻ്റർഫേസ് എന്ന കീവേഡ് യൂസ് ചെയ്താണ് ഒരു ഇൻ്റർഫേസ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഇൻ്റർഫേസ് ടോട്ടൽ അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇൻ്റർഫേസിനകത്ത് വരുന്ന മെത്തേഡ്സ് എന്ന് പറയുമ്പം അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ആയിരിക്കും. പിന്നെ ഫീൽഡ്സ് എന്ന് പറയുന്നത് പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലായിരിക്കും. ഫൈനൽ എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ഫൈനൽ കീവേഡ് യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു വേരിയബിൾ ഫൈനലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇൻ്റർഫേസിൽ നിന്ന് ഒരു ക്ലാസ്സിലേക്ക് മെത്തേഡ്സ് എക്സ്റ്റെൻഡ് അല്ല ചെയ്യുന്നത്, ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഇൻഹെറിറ്റൻസിൽ ഒരു ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ആണ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡെറൈവ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ എക്സ്റ്റെൻഡ് അല്ല ചെയ്യുന്നത്, ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യുന്നത്. ഒരു ഇൻ്റർഫേസിൽ നിന്ന് ഒരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് അല്ല. അപ്പം എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ കീവേഡാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ഇൻ്റർഫേസ്. ക്ലാസ്സിൽ വാരിയബിൾ ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാനും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇൻ്റർഫേസിലാണെങ്കിൽ വാരിയബിൾ ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാനോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല. പിന്നെ ക്ലാസ്സിലെ മെത്തേഡ്സ് കോൺക്രീറ്റ് ആയിരിക്കും, അതായത് അതിന് ഫങ്ഷൻ ബോഡിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ്റർഫേസിലെ മെത്തേഡ്സൊന്നും ബോഡിയൊന്നും ഉണ്ടാവില്ല, ഫങ്ഷൻ ബോഡിയൊന്നും ഉണ്ടാവില്ല. അതായത് മെത്തേഡ്സ് എന്ന് പറയുമ്പം അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ആയിരിക്കും. ജസ്റ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, അത് നമ്മൾ ഡിഫൈൻ ചെയ്യത്തില്ല. പിന്നെ ക്ലാസ്സിൽ നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സ് പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, പ്രൈവറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തു. ഇൻ്റർഫേസിൽ ഒരു ആക്സസ് സ്പെസിഫയർ മാത്രമേ ഉള്ളൂ, അത് പബ്ലിക്കാണ്. പിന്നെ ഇൻ്റർഫേസിലെ ഡേറ്റ അല്ലെങ്കിൽ ഫീൽഡ്സ് എന്ന് പറയുമ്പം പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലായിരിക്കും. പിന്നെ നമ്മൾ
ഇൻ്റർഫേസിൽ കൺസ്ട്രക്റ്റർ ഒന്നും യൂസ് ചെയ്യത്തില്ല. പിന്നെ ഇൻ്റർഫേസിൽ നിന്ന് ഒരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇൻ്റർഫേസിൽ നിന്ന് മറ്റൊരു ഇൻ്റർഫേസിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ആണ് ചെയ്യുന്നത്. ഒരു ഇൻ്റർഫേസിൽ നിന്ന് ഒരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ കുറേ ഇൻ്റർഫേസസ് ഉണ്ട് എങ്കിൽ ഒരു ഇൻ്റർഫേസിൽ നിന്ന് വേറൊരു ഇൻ്റർഫേസിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ആണ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത്? ടു അച്ചീവ് ടോട്ടൽ അബ്സ്ട്രാക്ഷൻ. പിന്നെ നമുക്ക് ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. സോ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർഫേസ് യൂസ് ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു ടു അച്ചീവ് ടോട്ടൽ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ ഇൻ്റർഫേസിൻ്റെ യൂസ് എന്താ? ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സും ഇൻ്റർഫേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അബ്സ്ട്രാക്ട് ക്ലാസ്സിലെ ഡേറ്റ അല്ലെങ്കിൽ ഫീൽഡ്സ് എന്ന് പറയുന്നത് നോൺ ഫൈനൽ വേരിയബിൾസ് ആണ്. പക്ഷേ ഇൻ്റർഫേസിലെ ഫീൽഡ്സ് എന്ന് പറയുന്നത് പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനൽ ആയിരിക്കും. ഒരു വാരിയബിൾ ഇൻ്റർഫേസിൽ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? വാരിയബിൾ ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്റ്റാറ്റിക്, ഫൈനൽ, പബ്ലിക് ആണ്. ഇവിടെ ഞാൻ പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനൽ എന്നൊന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ബൈ ഡിഫോൾട്ട് വാരിയബിൾ എന്ത് തന്നെയായിരിക്കും? പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനൽ ആയിരിക്കും. അതാണ് നമുക്ക് ഡിക്ലെയറിങ് വാരിയബിൾ. സ്റ്റാറ്റിക്, ഫൈനൽ, ടൈപ്പ്, വാരിയബിൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡേറ്റ ടൈപ്പാണ്. ഇൻ്റ് ആണെങ്കിൽ ഇൻ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, അത് കൊടുക്കുക. ഇവിടെ ഞാൻ പബ്ലിക് യൂസ് ചെയ്തില്ല. ബൈ ഡിഫോൾട്ട് എന്ത് തന്നെയാണ്? പബ്ലിക് തന്നെയാണ്. സ്റ്റാറ്റിക്കും ഫൈനലും ഒന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ബൈ ഡിഫോൾട്ട് ആ ഡേറ്റ വാരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ മെമ്പർ എന്ന് പറയുമ്പം പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലാണ്. അതായത് ജസ്റ്റ് ഇൻറ്റ് കോഡ് 1000 എന്ന് പറഞ്ഞ് കൊടുത്താൽ തന്നെ എന്താണ്? ബൈ ഡിഫോൾട്ട് പബ്ലിക്, സ്റ്റാറ്റിക്, ഫൈനലായിരിക്കും ആ കോഡ് എന്ന് പറഞ്ഞ വാരിയബിൾ. ഇനി ഒരു മെത്തേഡ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? റിട്ടേൺ ടൈപ്പ് മെത്തേഡ് നെയിം പാരാമീറ്റർ ലിസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതാം. ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ ബൈ ഡിഫോൾട്ട് പബ്ലിക് തന്നെയാണ്. ആ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് എന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ആ ഡിസ്പ്ലേ ഓഫ് എന്ന് പറയുന്ന ഫങ്ഷൻ പബ്ലിക് തന്നെയായിരിക്കും. ജസ്റ്റ് ഡിക്ലെയർ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇംപ്ലിമെൻറ്റിംഗ് ഇൻ്റർഫേസസ്. അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ ക്ലാസ്സാണ്. നമുക്കൊരു പ്രോഗ്രാമിൽ ഒരു ഇൻ്റർഫേസും ഉണ്ട്, ഒരു ക്ലാസ്സും ഉണ്ട്. ഈ ഇൻ്റർഫേസ് എന്ന് പറയുമ്പം സൂപ്പർ ക്ലാസ്സും ക്ലാസ് എന്ന് പറയുന്ന സബ് ക്ലാസ്സുമാണ്. അപ്പം ഈ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് സബ് ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യുന്നത്. സൂപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇൻ്റർഫേസ് ആണ്. ഒരു ഇൻ്റർഫേസിൽ നിന്ന് ഒരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് അല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസിൽ ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു. ഇവിടെ ഒരു ഇൻ്റർഫേസിൽ നിന്ന് ഒരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യുന്നത്. എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡിന് പകരം ഇവിടെ ഇംപ്ലിമെൻറ്റ്സ് എന്ന കീവേഡ് യൂസ് ചെയ്യണം. നമ്മുടെ ഇൻഹെറിറ്റൻസിൽ നമ്മുടെ ഡെറൈവ് ക്ലാസ്സിൻ്റെ സിൻടാക്സ് എങ്ങനെയായിരുന്നു? ക്ലാസ്, ഡെറൈവ് ക്ലാസ് നെയിം, എക്സ്റ്റെൻസ്, സൂപ്പർ ക്ലാസ് നെയിം. ഇവിടെയാണെങ്കിൽ എന്താണ്? ഒരു ഇൻ്റർഫേസ് ആണെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുമ്പം അതിൻ്റെ എന്താ പറയുക, സബ് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്
ക്ലാസ്, ക്ലാസ് നെയിം, ഇംപ്ലിമെൻറ്റ്സ്, ഇൻ്റർഫേസ് നെയിം. എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡിന് പകരം ഇവിടെ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാം ടു ഇംപ്ലിമെൻറ്റ് ഇൻ്റർഫേസ്. പാക്കേജ് PRG1, അതായത് യൂസർ ഡിഫൈൻഡ് പാക്കേജ് ആണ്. ഫയൽ നെയിം എന്ത് തന്നെയായിരിക്കും? PRG1 ആയിരിക്കും. അപ്പോൾ ക്ലാസ് നെയിമും PRG1 ആണ്. അപ്പോൾ നമ്മുടെ ഈ PRG1 എന്ന് പറഞ്ഞ ക്ലാസ് ഈ പാക്കേജിലാണ് ഈ വരുന്നത്. അതായത് PRG1 എന്ന് പറഞ്ഞ പാക്കേജിലാണ് വരുന്നത്. അതാണ് പാക്കേജ് PRG1, യൂസർ ഡിഫൈൻഡ് പാക്കേജ് ആണത്. പിന്നെ ഒരു ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു. പിന്നെ ഇൻ്റർഫേസ് നെയിം എന്ന് പറയുമ്പം ഇവിടെ പെറ്റാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ അതിനകത്ത് ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയുക, ഫങ്ഷൻ ബോഡി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഒരു അബ്സ്ട്രാക്റ്റ് മെത്തേഡാണ്. പബ്ലിക്കായിട്ടാണ്. പബ്ലിക് എന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ബൈ ഡിഫോൾട്ട് ആ ടെസ്റ്റ് ഓഫ് മെത്തേഡ് പബ്ലിക്കായിരിക്കും. ഇൻ്റർഫേസ് ക്ലോസ് ചെയ്തു. ഞാനൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ക്ലാസ് ഡോഗ്. ഇനി പെറ്റ് എന്ന് പറഞ്ഞ ഇൻ്റർഫേസിൽ നിന്ന് ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യണം? ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു. ദെൻ ഇൻ്റർഫേസ് നെയിം എന്ന് പറയുമ്പോൾ ഇവിടെ പെറ്റാണ്. അത് ഓപ്പൺ ചെയ്തു. അവിടെ അപ്പം ഈ പെറ്റെന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ടെസ്റ്റ് ഓഫ് മെത്തേഡ് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു? ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പം ആ ടെസ്റ്റ് ഓഫ് മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്തായിരിക്കും. നമ്മൾ ഇൻ്റർഫേസിനകത്ത് ജസ്റ്റ് മെത്തേഡ് ഡിക്ലെയർ ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അത് ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ്സിനകത്താണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇൻ്റർഫേസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന മെത്തേഡ്സൊക്കെ എവിടെ ഡിഫൈൻ ചെയ്യണം? എവിടേക്കാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അവിടേക്ക് ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പം ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ ടെസ്റ്റ് ഓഫ് മെത്തേഡ് ഡിഫൈൻ ചെയ്തു. എനിക്ക് എന്താ പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്? ഇൻ്റർഫേസ് മെത്തേഡ് ഇംപ്ലിമെൻറ്റഡ് എന്ന് പറഞ്ഞ് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് system.out.println ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ക്ലാസ് ക്ലോസ് ചെയ്തു. ദെൻ മെയിൻ ഫംഗ്ഷൻ നോക്കുക. അപ്പം ഇൻ്റർഫേസിൻ്റെ പേർക്ക് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ ക്ലാസിൻ്റെ പേർക്കാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഡോഗ് ഡി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ഡി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് ഓഫ് മെത്തേഡിനെ കോൾ ചെയ്തു. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പെറ്റ് എന്ന് പറഞ്ഞ ഇൻ്റർഫേസിൽ നിന്ന് ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് മെത്തേഡ് എന്താ ചെയ്തത്? ഇംപ്ലിമെൻ്റാണ് ചെയ്തത്, എക്സ്റ്റെൻഡ് അല്ല ചെയ്തത്. പിന്നെ ഇൻ്റർഫേസിൽ ഡിക്ലെയർ ചെയ്ത മെത്തേഡ് ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർഫേസിൻ്റെ പേർക്ക് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലാസിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഇൻ്റർഫേസിൽ പ്രോപ്പർ ആ മെത്തേഡ് എവിടെ വന്നു കഴിഞ്ഞു? ക്ലാസ്സിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ക്ലാസിൻ്റെ പേർക്ക് ഞാൻ ഡി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഡി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് ഓഫ് മെത്തേഡിനെ കോൾ ചെയ്തു. എക്സ്റ്റെൻഡിങ് ഇൻ്റർഫേസസ്. നമുക്ക് ക്ലാസ്സിൽ ഞാൻ ഇൻഹെറിറ്റൻസിൽ ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ ഒരു പ്രോഗ്രാമിൽ കുറേ ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർഫേസിൽ നിന്ന് വേറെ ഇൻ്റർഫേസിലേക്ക് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്.
ഇൻ്റർഫേസ് ഐറ്റം കോൺസ്റ്റൻസ്. ഇതാണ് ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ 2 വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കോഡും നെയിം എന്ന് പറഞ്ഞിട്ട്. ഞാനവിടെ പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡൊന്നും യൂസ് ചെയ്തില്ല. സോ ബൈ ഡിഫോൾട്ട് എന്ത് തന്നെയായിരിക്കും ആ ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫീൽഡ്സ് എന്ന് പറയുന്നത് പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ തന്നെയായിരിക്കും. ഫസ്റ്റ് ഇൻ്റർഫേസ് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത സെക്കൻഡ് ഇൻ്റർഫേസ് ഐറ്റം മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതിനകത്തൊരു ഫംഗ്ഷൻ എടുത്തേക്കുക, മെത്തേഡ് എടുത്തേക്കുക, ഡിസ്പ്ലേ ഓഫ് മെത്തേഡ്. ബൈ ഡിഫോൾട്ട് അതെന്ത് തന്നെയാണ്, പബ്ലിക് തന്നെയാണ്. പിന്നെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് ഇൻ്റർഫേസായ ഐറ്റം കോൺസ്റ്റൻസ്, സെക്കൻഡ് ഇൻ്റർഫേസിലെ ഐറ്റം മെത്തേഡ്സ്, ഇതൊക്കെ എനിക്ക് എവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? ഈ ഐറ്റം എന്ന് പറഞ്ഞ തേർഡ് ഇൻ്റർഫേസിലേക്ക് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻ്റർഫേസ് ഐറ്റം എക്സ്റ്റെൻസ്. എവിടെ നിന്നൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യണം? ഫസ്റ്റ് ഇൻ്റർഫേസായ ഐറ്റം കോൺസ്റ്റൻസിൽ നിന്നും സെക്കൻഡ് ഇൻ്റർഫേസായ ഐറ്റം മെത്തേഡ്സ്. അപ്പോൾ ആ ഫസ്റ്റ് ടു ഇൻ്റർഫേസ് കോമ ഇട്ട് കൊടുക്കാം. ഇൻ്റർഫേസ് ഐറ്റം എക്സ്റ്റെൻസ് ഐറ്റം കോൺസ്റ്റൻസ് കോമ ഐറ്റം മെത്തേഡ്സ്. ഇനി അതിന് മുകളിൽ വേറൊരു ഇൻ്റർഫേസ് ഉണ്ട്. അതിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടേക്ക് ഐറ്റം എന്ന് പറഞ്ഞ ഇൻ്റർഫേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു കോമയും കൂടെ ഇട്ടിട്ട് ആ ഇൻ്റർഫേസ് നെയിം കൊടുക്കാം. അപ്പം ഒരു ഇൻ്റർഫേസിൽ നിന്ന് വേറൊരു ഇൻ്റർഫേസിലേക്ക് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ക്ലാസ്. പ്രോഗ്രാം ടു ഇംപ്ലിമെൻറ്റ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. പാക്കേജ് PRGON, ഇത് യൂസർ ഡിഫൈൻഡ് പാക്കേജാണ്. ഞാൻ ഒരു ഇൻ്റർഫേസ് INF1 അത് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതിലൊരു മെത്തേഡ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മെത്തേഡ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർഫേസ് അങ്ങ് ക്ലോസ് ചെയ്തു. പിന്നെ സെക്കൻഡ് ഇൻ്റർഫേസ് INF2 അത് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എനിക്ക് INF1 എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം? INF2ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു ഇൻ്റർഫേസിൽ നിന്ന് വേറെ ഇൻ്റർഫേസിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതാണ് ഞാൻ ഇൻ്റർഫേസ് INF2 എക്സ്റ്റെൻസ് എവിടെ നിന്ന്? INF1. അപ്പോൾ INF1ലെ ഇൻ്റർഫേസിലെ പ്രോപ്പർട്ടീസ് എവിടെ എക്സ്റ്റെൻഡ് ചെയ്തു? INF2 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനകത്ത് ഞാൻ വേറൊരു മെത്തേഡ് എടുത്തിട്ടുണ്ട്, മെത്തേഡ് 2 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ INF2 എന്ന് പറഞ്ഞ ഇൻ്റർഫേസ് ഞാൻ ക്ലോസ് ചെയ്തു. ഞാൻ ഡെമോ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുത്തു. എനിക്ക് ഈ INF1ലെ പ്രോപ്പർട്ടീസ് INF2ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ INF2ലുള്ള പ്രോപ്പർട്ടീസ് എനിക്ക് ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് എന്താ ചെയ്യേണ്ടത്? ഇംപ്ലിമെൻറ്റാണ് ചെയ്യേണ്ടത്. ഒരു ഇൻ്റർഫേസിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ചെയ്യില്ല, പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തത്. ക്ലാസ് ഡെമോ ഇംപ്ലിമെൻറ്റ്സ് എവിടെ നിന്ന്? INF2. അതിനകത്ത് ഞാൻ ഇൻഹെറിറ്റ് ചെയ്ത് വന്ന മെത്തേഡ്സൊക്കെ ഡിഫൈൻ ചെയ്യുകയാണ്. INF1ൽ നിന്ന് INF2ലേക്ക് മെത്തേഡ് 1 ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം INF2ൽ മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം ഉണ്ട്. ഇപ്പം അവിടെ നിന്ന് ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ മെത്തേഡ് 1ഉം ഡിഫൈൻ ചെയ്യണം, മെത്തേഡ് 2ഉം ഡിഫൈൻ ചെയ്യണം. അതാണ് മെത്തേഡ് 1 എന്താണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടേണ്ട? മെത്തേഡ് 1 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. മെത്തേഡ് 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. മെത്തേഡ് 2 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. മെയിൻ ഫംഗ്ഷൻ നോക്കാം. ക്ലാസ്സിൻ്റെ പേരെന്താ? ഡെമോ. അതിൻ്റെ പേർക്ക് ഞാൻ OBJ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ OBJ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് മെത്തേഡ് 2 ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താണ്? മെത്തേഡ് 2 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ആ സെയിം ഒബ്ജക്റ്റ് വെച്ചിട്ട് മെത്തേഡ് 1 ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ മെത്തേഡ് 1 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻ്റർഫേസിൽ നിന്ന് വേറെ ഇൻ്റർഫേസിലേക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു.
ഇത് വേറൊരു എക്സാമ്പിളാണ്.